ഹരേ കൃഷ്ണ. ശ്രീ മഹാഭാഗവതത്തിൽ നിന്നും 5-ാം പാർട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഒരു വസന്തകാലത്ത് ഭീമസേനൻ ഏകനായി കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഹൃദയഭേദകമായൊരു രംഗം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. പൂർണ്ണഗർഭിണിയായ ഒരു പേടമാൻ പേടിച്ച് വിറച്ചു നിൽക്കുന്നു. അതിൻ്റെ കാരണവും വ്യക്തമാണ്. ഒരു വശത്ത് മാനിനെ ഭക്ഷണമാക്കാൻ തയ്യാറെടുക്കുന്ന സിംഹം, മറുവശത്ത് മാനിനെ കൊല്ലാൻ വില്ലിൽ ഉന്നം പിടിച്ചു നിൽക്കുന്ന വേടൻ, മുന്നിൽ കുലംകുത്തി ഒഴുകുന്ന നദി, പിന്നിൽ കത്തിപ്പടർന്നു വരുന്ന കാട്ടുതീ. എങ്ങോട്ട് തിരിഞ്ഞാലും മരണം. പ്രാണഭയത്താൽ മാൻപേട വിറയ്ക്കുകയാണ്. ആ മാനിനെ രക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് ഭീമസേനന് തോന്നി. പക്ഷേ എങ്ങനെ രക്ഷിക്കും? വേടനെ നേരിട്ടാൽ സിംഹം മാനിനെ ഭക്ഷണമാക്കും. സിംഹത്തെ ഓടിക്കാമെന്ന് വെച്ചാൽ വേടൻ്റെ അമ്പ് മാനിൻ്റെ മാറ് പിളർക്കും. മാനിനെ ഓടിച്ചാൽ അതിൻ്റെ മുന്നിൽ കാട്ടാറും പിന്നിൽ കാട്ടുതീയും. എന്ത് ചെയ്യണമെന്നറിയാതെ ഭീമസേനൻ കുഴങ്ങി. തൻ്റെ ശക്തിക്കും പഠിച്ച ആയോധന വിദ്യകൾക്കും യാതൊരു പ്രയോജനവുമില്ലെന്ന് ജീവിതത്തിൽ ആദ്യമായി ഭീമസേനൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ഭീമസേനൻ മുകളിലേക്ക് കൈകൂപ്പി ഉറക്കെ വിളിച്ചു, കൃഷ്ണ എന്ന്. ആ വിളി ഭഗവാൻ കേട്ടു. പെട്ടെന്ന് ദിഗന്തം പൊട്ടുമാറൊരിടി വെട്ടി, ഒപ്പം കോരിച്ചൊരിയുന്ന പേമാരിയും. ആ ശബ്ദത്തിൽ വേടൻ്റെ ലക്ഷ്യം തെറ്റി അമ്പ് സിംഹത്തിൻ്റെ കണ്ഠത്തിൽ പതിച്ചു. കോരിച്ചൊരിയുന്ന മഴയിൽ കാട്ടുതീ അണഞ്ഞു. മാൻപേട അവിടെ കിടന്ന് സുഖമായി പ്രസവിക്കുകയും ചെയ്തു. ഭീമസേനൻ്റെ മനസ്സ് ശാന്തമായി. അതെ, ഈ കലിയുഗത്തിൽ നമുക്ക് വേറൊരു രക്ഷകനില്ല. ഹൃദയം തുറന്ന് വിളിക്കുക കൃഷ്ണ എന്ന്. ഭഗവാൻ രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പൂമഴ പൊഴിക്കാതിരിക്കില്ല. അത് നിശ്ചയമാണ്. കൽപ്പാന്ത പ്രളയത്തിൽ പോലും നശിക്കാത്തതാണ് ശ്രീ മഹാഭാഗവതം. അങ്ങനെയുള്ള ആ ഭാഗവതം നമുക്ക് പാരായണം ചെയ്യാം. അതിൽ ഈ കാര്യം ഉറപ്പാണ്. ഈ ഭാഗവതം പാരായണം ചെയ്താൽ നമ്മുടെ കലിയെ കുറച്ചൊക്കെ അകറ്റി നിർത്താൻ പറ്റുമെന്ന് നന്നായി ഭഗവാൻ ഉറപ്പ് തരുന്നു. ഹരേ കൃഷ്ണ.